കെ സുധാകരൻ വീണ്ടും പഴയ സമ്മർദ്ദ തന്ത്രവുമായി ഡൽഹിയിലുണ്ട്. എനിക്ക് BJP-യിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന പഴയ ഭീഷണിയുമായിട്ടാണ് ഇപ്പോഴും ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത്. നിലവിൽ കണ്ണൂർ MP ആണ്, നമുക്കറിയാം. MP സ്ഥാനവും MLA സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നാണ് ഇയാൾ ആദ്യം അന്വേഷിച്ചത്. അതിനുവേണ്ടി ലോക്സഭയിൽ ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ വരെ സന്നദ്ധനാണ്. സാധിച്ചില്ലെങ്കിൽ MP സ്ഥാനം വിട്ടെറിഞ്ഞ് കണ്ണൂർ MLA ആയി ജയിച്ച് കേരള മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കാനാണ് അദ്ദേഹത്തിന്റെ മോഹം. അതാണ് കക്ഷിയുടെ നോട്ടം. നിലവിലുള്ള സാഹചര്യത്തിൽ കണ്ണൂരിൽ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് ഒരു കാരണവശാലും ജയിക്കില്ല. സുധാകരനാണെങ്കിൽ 80 വയസ്സിന്റെ ചെറുപ്പവും പേറി നടക്കുകയാണ്. രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്ക് ഓർമ്മയില്ല. കൂടെ നടക്കുന്ന ആളുകളെ പോലും കക്ഷിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. ലോക്സഭയിൽ കയറിയിരിക്കുന്നതിന് പകരം രാജ്യസഭയിൽ കയറിയിരുന്ന മഹാനാണ്. കഴിഞ്ഞ 40 വർഷമായി MLA-യും മന്ത്രിയും MP-യും ഒക്കെയായി സർക്കാർ ചെലവിൽ രാജകീയമായി ജീവിക്കുന്നു. കണ്ണൂരിൽ ഏറ്റവും കുറഞ്ഞത് 20 കോടി രൂപയെങ്കിലും വില വരുന്ന കൊട്ടാരം പോലുള്ള വീട്ടിലിരുന്ന് പലപ്പോഴും മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ഇടയ്ക്കിടെ ഓരോ വെടിപൊട്ടിക്കും. പക്ഷേ ഇപ്പോഴതാരും മൈൻഡ് ചെയ്യുന്നില്ല. വെറും പുക മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 40 കൊല്ലം മുമ്പുള്ള തഴമ്പിന്റെ കാര്യം പറഞ്ഞാണ് ഇപ്പോഴും വിരട്ടൽ. കണ്ണൂരിൽ 5 MLA-മാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നും വെറും 2 MLA-മാർ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. സ്വന്തമായി കണ്ണൂരിലെ 67 പഞ്ചായത്ത് ഭരിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് 21 പഞ്ചായത്ത് മാത്രമാണുള്ളത്. എക്കാലത്തും കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന കണ്ണൂർ നിയോജക മണ്ഡലം കടന്നപ്പള്ളി രാമേന്ദ്രന് ദക്ഷിണയായി കൊടുത്തു. എന്നിട്ടും സിംഗം PR വർക്ക് നടത്തി പറയുന്നു കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനം വളർത്തിയത് താനാണെന്ന്. വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അതിൽ നിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി ഊറ്റിയെടുത്ത് തടിച്ച് കൊഴുത്തുവെന്നല്ലാതെ കണ്ണൂരിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം അങ്ങേയറ്റം ക്ഷീണിച്ചു. എത്രയോ മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഇന്നും കടലാസ് സംഘങ്ങൾ മാത്രമാണ്. വളർന്നത് അദ്ദേഹം മാത്രമാണ്. 25 തലമുറയ്ക്ക് സുഭിക്ഷമായി ജീവിക്കേണ്ട സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ കൂലിപ്പണിക്കാരെ കൊണ്ട് പണം കൊടുത്ത് KPCC ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കലാണ് ഹോബി. കണ്ണൂർ മണ്ഡലത്തിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഡൽഹിയിൽ പോയി AICC നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി വരുമ്പോഴേക്കും കണ്ണൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയ്ക്കണം. അടിയന്തരാവസ്ഥക്കാലത്ത് പിണറായി വിജയന്റെ കൂടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1.5 വർഷം കിടന്ന തഴമ്പ് വേറെ. നാണമില്ലേ സുധാകര എന്ന് ചോദിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയെ ഭാരതേക്ഷിയെന്നും വേശിയെന്നും കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്ന സുധാകരന് എന്തോന്ന് നാണം. കണ്ണൂർ ജില്ലയിലെ നിരവധി കോൺഗ്രസ് ഓഫീസുകൾ അത് പിടിച്ചെടുക്കാൻ ഒരു കാലത്ത് CPM-കാരുടെ കൂടെ വരികയും കോൺഗ്രസ്സുകാരെ ആക്രമിച്ച് ഓഫീസ് പിടിച്ചെടുക്കുകയും ചെയ്ത പാരമ്പര്യമുള്ളവൻ എന്ത് നാണം. ഏതായാലും ഈ പാർട്ടിയെ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഒരു നന്ദിയെങ്കിലും വേണ്ടേ? കുഴിമാടത്തിന് മുന്നിൽ കാലിൽ നീട്ടി ഇരിക്കുമ്പോഴും തൻ്റെ ഒടുങ്ങാത്ത അധികാരക്കൊതിയും ദുരയും മൂത്ത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയാൽ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ കൂടെ ഉണ്ടാകുമെന്ന് ധരിക്കുന്നുണ്ടോ? N. രാമകൃഷ്ണനോടും P. രാമകൃഷ്ണനോടും ഒക്കെ പാർട്ടി നീതി കാണിച്ചില്ലെന്നും അവർക്ക് അവസരങ്ങൾ കൊടുത്തില്ലെന്നും സുധാകരൻ അവരുടെ മൃതസംസ്കാര സമയത്ത് അനുശോചനത്തിൽ പറഞ്ഞു. താനൊന്ന് മാറിക്കൊടുത്തിട്ടല്ലേ ഇവർക്ക് അവസരം കിട്ടൂ? മറക്കാൻ പറ്റാത്ത ചെയ്ത പാവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുവാൻ സാധിക്കില്ല സുധാകര, സാധിക്കില്ല. എത്ര പാവങ്ങളുടെ ശാപം കൂടെ ഉണ്ടാകുമെന്ന് ചിലർ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം കൃത്രിമമായി സൃഷ്ടിച്ച നുണക്കൂമ്പാരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് പാവം പാർട്ടി പ്രവർത്തകരെ പറഞ്ഞു പറ്റിച്ച സുധാകരന് കാലം മറുപടി തരാതിരിക്കില്ലെന്നാണ് ചിലർ അടക്കം പറയുന്നത്. അത് പ്രപഞ്ചത്തിന്റെ കാവ്യനീതിയാണ്. ഡൽഹിയിൽ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയാൽ കുലുങ്ങിപ്പോകുന്നതല്ല കേരളത്തിലെ കോൺഗ്രസ്. അത്തരം ഭീഷണിയുമായി ഇങ്ങോട്ട് വന്നാൽ 1989-ൽ കോൺഗ്രസിൽ വന്ന സുധാകരൻ ഒന്ന് മനസ്സിലാക്കുക. 89-ന് മുമ്പും കണ്ണൂരിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. MLA-യും MP-യും മന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നു. 2026-ന് ശേഷവും കണ്ണൂരിൽ കോൺഗ്രസ് ഉണ്ടാകും, MLA ഉണ്ടാകും, MP-യും ഉണ്ടാകും. താനില്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. പ്രവർത്തകർക്ക് പാർട്ടിയാണ് വലുത്. K. കരുണാകരൻ പോയിട്ട് ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. പിന്നെയാണ് പല്ലുകൊഴിഞ്ഞ സിംഗം. പോയി പണി നോക്കേണ്ട സുധാകര എന്നാണ് പാർട്ടിക്കാർ പരസ്പരം പറയുന്നത്. പണ്ട് കോടികളും കേന്ദ്രമന്ത്രി സ്ഥാനവും രാജ്യസഭയും ചോദിച്ച് BJP-യുടെ പിന്നാലെ നടന്ന് നാണം കെട്ടത് സുധാകരൻ ഓർക്കുന്നത് നല്ലതാണ്. ഏതായാലും ഒരു കാര്യത്തിൽ പാർട്ടിക്കാരെല്ലാം ഒത്തൊരുമയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. സുധാകരൻ പാർട്ടി വിട്ടു പോയാൽ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി നന്നാകും.